കോട്ടക്കുന്ന് നിന്ന് യാത്ര തിരിക്കാൻ അതിന് മുമ്പ് മനീഷ് മഹിപാൽ ഒരു വാർത്തയുമായിട്ട് നമുക്കിപ്പം ചേരുന്നുണ്ട്. ആ വാർത്ത കൂടി കേട്ട് നമുക്ക് ഇലക്ഷൻ എക്സ്പ്രസിലേക്ക് പോകാം. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭ MLA-ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ലീഗ് നേതാവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. UDF നിയോജക മണ്ഡലം കൺവീനറും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ഇർഷാദ് ചക്കാലശ്ശേരിക്കെതിരെയാണ് പോലീസിന്റെ നടപടി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല ചുവയുള്ള ഉള്ളടക്കം, നവമാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കൽ തുടങ്ങി ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായിരുന്നു നമ്മുടെ ഇർഷാദിനെതിരെ ചുമത്തിയിരുന്നത്. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, ഇർഷാദിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. 24 മണിക്കൂർ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറി. അവിടെയാണെങ്കിൽ UDF M ലിജുവിന് അതൊരു വലിയ തിരിച്ചടിയായിട്ട് ആ ഘട്ടത്തിൽ മാറുകയും ചെയ്തു. ഇനി ഈ വിഷയം ആളിക്കത്തിക്കാൻ LDF ശ്രമിക്കുമോ, അതല്ല ഇത് അവസാനിച്ചോ? കായംകുളത്തെ ആ അധിക്ഷേപ പരാമർശത്തിന്റെ ചാപ്റ്റർ. മനീഷ് മഹിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, നിലവിൽ യു പ്രതിഭ ഇന്നലെയാണ് രേഖാമൂലം കായംകുളം പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് ആലപ്പുഴ ജില്ലാ കളക്ടർ തന്നെ കേസെടുക്കണം എന്നുള്ള നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയാണ് കായംകുളം പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ഇർഷാദിനെ കായംകുളം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ്, അതിനു മുൻപ് തന്നെ യു പ്രതിഭയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീത്വത്തെ അപമാനിക്കലൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി അശ്ലീല പരാമർശങ്ങൾ ഉള്ള ഉള്ളടക്കം പങ്കുവയ്ക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. ആ വകുപ്പുകൾ ചുമത്തിയ ശേഷം വിട്ട് ഇതുമായി ബന്ധപ്പെട്ട് PK ശ്രീമതി അടക്കമുള്ള CPM നേതാക്കൾ അത് ഇലക്ഷൻ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമ നടപടിയിൽ മാത്രം തീരുന്നതല്ല, രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM-ന്റെ തീരുമാനം. ആദ്യഘട്ടത്തിൽ തന്നെ UDF സ്ഥാനാർത്ഥിയും ഇതിനോടകം തന്നെ ക്ഷമാപണം നടത്തുകയും ഒപ്പം തന്നെ ഈ പരാമർശം നടത്തിയ ഇർഷാദ് അടക്കം വലിയ ക്ഷമാപണം നടത്തിയത്. പക്ഷെ അത് പോരാ, നിയമ നടപടിയിലേക്ക് തന്നെ നീങ്ങുന്ന നിലപാടിൽ തന്നെ യു പ്രതിഭ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇതാ രാവിലെ 9 മണിക്ക് M ലിജു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ക്ഷമാപണം നടത്തി നിയമ നടപടിക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നത് ശരിയായ ധാർമ്മികത അല്ല എന്നാണ് നിലവിൽ UDF സ്ഥാനാർത്ഥി M ലിജു അടക്കമുള്ള UDF നേതാക്കളുടെ ഒരു അഭിപ്രായം. ഒപ്പം തന്നെ ഈ കായംകുളം മണ്ഡലത്തിൽ തന്നെ നേരത്തെ നിലവിൽ മുൻപേ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി അരിത ബാബുവിനടക്കം ഇത്തരത്തിലുള്ള വലിയ അധിക്ഷേപങ്ങൾ ഉണ്ടായ സമയത്ത് നിയമ നടപടി അന്ന് യഥാസമയത്ത് കൈക്കൊണ്ടിരുന്ന വിമർശനവുമുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിപാലാണ് നമുക്കിപ്പം ചേർന്നത്. താങ്ക് യു മനീഷ് മഹിപാൽ.